കഴിഞ്ഞ 5 വർഷവും ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് LDF-ഉം UDF-ഉം ഒരുമിച്ചാണ്. ആശയപരമായി ഇരു ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഇരു കൂട്ടരും ഇങ്ങനെ ചേർന്ന് ഭരിക്കാൻ കാരണം ഇവിടുത്തെ ഒരേയൊരു BJP മെമ്പറാണ്. എടത്വ തലവടി സ്വദേശിയായ അജിത് പിഷാരത്ത്. 13 മെമ്പർമാരുള്ള ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ 6 LDF, 6 UDF എന്നിങ്ങനെയാണ് സീറ്റ് നില. ഒറ്റ BJP മെമ്പർ, അത് അജിത് പിഷാരത്താണ്. ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ ഇരു കൂട്ടർക്കും ഒറ്റയ്ക്ക് ഭരിക്കാനാകില്ല. അജിത്താകട്ടെ ആർക്കും ഒപ്പം നിൽക്കത്തുമില്ല. ഞാൻ BJP ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഇടതുപക്ഷ LDF ആണെങ്കിലും UDF ആണെങ്കിലും അവരെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഇതിനു വേണ്ടിയാണ് നമ്മൾ BJP ഇതായി തന്നെ നിന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ രണ്ടുപേരെയും പിന്തുണയ്ക്കാതെ മുമ്പോട്ട് പോയതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് ചെയ്തു കൊടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഇതിലുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഒരു. ഇതിനിടയിൽ അവിശ്വാസം കൊണ്ടുവരാനും ശ്രമമുണ്ടായി. മുന്നണികൾ മാറി മാറി അജിത്തിന്റെ പിന്തുണ തേടി. പക്ഷേ ഒറ്റ മറുപടി. ഇത് അവിശ്വാസത്തെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞ് ഇവരെ താഴെ ഇറക്കണമെന്നും പറഞ്ഞ് പല പ്രാവശ്യം വന്നു. പക്ഷേ നമ്മൾ രണ്ടുപേരെയും പിന്തുണയ്ച്ച ഇതിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തും ഇതുപോലെ കാണത്തില്ല. പ്രസിഡന്റ് UDF-ഉം അതുപോലെ വൈസ് പ്രസിഡന്റ് LDF-ഉമായി ഭരിക്കുന്നത്. അതിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 5 കൊല്ലവും ഒരു പ്രസിഡന്റും ഒരു വൈസ് പ്രസിഡന്റും തുടരുന്നത്. ഇത്തവണ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? കളത്തിൽ ഇറങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും കളത്തിൽ ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. പാർട്ടി പ്രവർത്തകർ എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് പൊതുപ്രവർത്തന രംഗത്ത് ഇവന് കോവിഡ് വന്നാലും പ്രളയം വന്നാലും എല്ലാം ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ സേവന പ്രവർത്തനം എൻ്റെ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യമാണ്. കുട്ടനാട്ടിലെ BJP-യുടെ ആദ്യത്തെ ബ്ലോക്ക് മെമ്പർ കൂടിയാണ് അജിത് പിഷാരത്ത്. വിജയലക്ഷ്മി, മനോരമ ന്യൂസ്, തലവടി.